ഓ എൻ്റെ പൊന്നേ, ഇപ്പൊ മൂക്കും കുത്തി തലടിച്ചപ്പോ താഴെ വീണാന്. ഇതെന്താണെന്ന് പെട്ടിയൊക്കെ പൊക്കി പിടിച്ചിട്ടെന്നല്ലേ കാര്യമുണ്ട്. ഇതൊരു സാധനം നമ്മൾ ഓർഡർ ചെയ്തതാണ്. ഒരു പെട്ടി നിറച്ച സാധനങ്ങളാണ്. അപ്പോൾ അതെന്തൊക്കെയാണ് സാധനങ്ങൾ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഷാലുദ്ദീൻ, ട്രാവൽ പിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ എങ്ങനെ എല്ലാവരും കൂടെ പോരല്ലേ? അപ്പോൾ ഇതാണ് സാധനം. ഇത് ഞാൻ ഒരു ഇതിൽ നമ്മൾ പരസ്യം കണ്ടിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പെർഫ്യൂമാണ്, സ്പ്രേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര വലിയ പെട്ടിക്കകത്ത് ഇത്ര വലിയ പെർഫ്യൂമൊന്നും. അങ്ങനെയല്ല, ഇത് ഒരു ഓഫറാണ്, ഒരു കോംബോ ആണ്. ഒരു കമ്പനിയുടെ അവർ ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പണിംഗ് പ്രമാണിച്ചിട്ടൊക്കെ ഉള്ള ഇതിൽ അവരൊരു ഇത് കൊടുത്തതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ കമ്പനിയുടെ ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇവരുടെ ഈ പെർഫ്യൂമുകൾ അടിച്ച് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് അടിക്കുമ്പോൾ എന്താണ്, ലാസ്റ്റിങ് കിട്ടണം, കുറച്ച് കൂടുതൽ സമയം നിൽക്കുക, സ്മെല്ല് പുറത്തേക്ക് കിട്ടുക, അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പല പെർഫ്യൂമുകൾ മേടിച്ച് യൂസ് ചെയ്തിട്ടൊന്നും എനിക്കതങ്ങനെ കിട്ടലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പലവരോട് അന്വേഷിച്ചപ്പോഴും നല്ലൊരു എന്താ പറയുക, ലാസ്റ്റിങ്ങും ക്വാളിറ്റിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുമായിരുന്നു ഈ ഒരു കമ്പനിയുടെ. അപ്പോൾ ഇവരിപ്പോൾ ഒരുപാട് ബ്രാഞ്ചുകൾ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഇവർ ഇതിനകത്ത് കുറച്ച് സംഭവങ്ങൾ ഇതിനുള്ളിൽ നമുക്ക് ഗിഫ്റ്റും അതും അങ്ങനെയൊക്കെ ആയിട്ട് തന്നു. അപ്പോൾ അതിൻ്റെ ഒരു പാക്കിങ്ങാണ് ഇത്രയും വലിയ സംഭവമായിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ ഇതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തുള്ള പെർഫ്യൂമുകൾ ഞാനിത് യൂസ് ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കിയിരുന്നു. പക്ഷേ ഇതുവരെയ്ക്കും ഞാൻ യൂസ് ചെയ്തില്ല. പക്ഷേ ഇതിനെ പുറത്ത് നമ്മൾ ഒരു സംഭവം നമ്മൾ കുറച്ച് അവർ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇത്ര ദിവസമായിട്ട്, ഇപ്പോൾ ഇത് ഞാൻ മേടിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 15-20 ദിവസത്തിൻ്റെ അടുത്തായിട്ടുണ്ട് ഈ സംഭവം നമ്മൾ വരുത്തിച്ചിട്ട്. അപ്പോൾ ഇതുവരെയ്ക്കും നമ്മളിത് ഓപ്പൺ ആക്കിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് നമ്മൾ ഇത് അവർ ടെസ്റ്റ് പോലെ അടിച്ചു വെച്ചിരുന്ന സാധനത്തിൻ്റെ സ്മെല്ല് ഇപ്പോഴും ഉണ്ട്. ബോക്സുമാണ്, ഈ കടലാസ് ബോക്സുകളാണ് ഇന്ന് കിട്ടുന്നത്. അപ്പോൾ അന്ന് ഇതൊക്കെ കൊണ്ടുപോയിക്കുമ്പോൾ ആ റൂമിൽ നല്ല 2 ദിവസമൊക്കെ നല്ല സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അടുത്തേക്ക് വരുമ്പോൾ സ്മെല്ലുണ്ട്, അകലേക്കില്ല, അടുത്തേക്കുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ ഉള്ളിലത്തെ എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്കിത് ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഞാനിതൊന്ന് തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് കാണാം എന്തായാലും. ഓക്കെ, നല്ലൊരു പാക്കിംഗ് ആണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രമോഷനോ കാര്യങ്ങളോ ഇതൊന്നുമല്ല, ഞാൻ പൈസ കൊടുത്തിട്ട് തന്നെ മേടിച്ച സംഭവമാണ്. അപ്പോൾ ഇത് പല ആൾക്കാരുകളും പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ ഈ സംഭവം മേടിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുക. അപ്പോൾ യൂസ് ചെയ്തവർ പലരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിങ്ങളിലേക്കും കൂടി അതൊന്ന് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ സംഭവം കാണിക്കുന്നത്. അല്ലാണ്ട് പെയ്ഡ് പ്രൊമോഷനോ ഷോപ്പിന് ഇത് ചെയ്യാനോ അതൊന്നുമല്ല സംഭവം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാക്കിംഗ് ഒക്കെ നല്ല ഇതാക്കിയിട്ട് വിട്ടേക്കുന്നത്. ഇത് അബുദാബിയിൽ നിന്ന് അവർ അവരുടെ ഇതിൽ നിന്ന് പാക്ക് ചെയ്ത് വിട്ടതാണ് കേട്ടോ ഈ സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇത് നമുക്ക് ഓരോ സെറ്റായിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ്, അതായത് ഇവരുടെ ഒരു ഫസ്റ്റ് എഡിഷൻ, സെക്കൻഡ് എഡിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്നൊരു സംഭവം കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ഇപ്പോൾ ഫസ്റ്റ് എഡിഷൻ ഏതാണ് സെക്കൻഡ് എഡിഷൻ എന്ന് എനിക്കറിയില്ല. ഇതുമ്പോൾ എഴുതിയിട്ടുണ്ട് സംഭവം. അപ്പോൾ ഞാനിതൊക്കെ എന്തായാലും ഒന്ന് ഇവിടെ എടുത്തു വെക്കുക. അതിനുശേഷം ഈ ബോക്സ് നമുക്ക് ഇവിടെ നിന്ന് മാറ്റാം. അതിനുശേഷം ഞാൻ ഓരോന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇതിനകത്ത് വേറൊരു സംഭവമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു സാധനമുണ്ട്. അത് അങ്ങനെ ഒരു സംഭവം കണ്ടുകൊണ്ടാണ് ഞാൻ ഈ സംഭവം മേടിച്ചത് തന്നെ. അവരൊരു സ്പെഷ്യൽ ഇതെന്നുള്ള രീതിയിലാണ് അത് അവരന്നത് കാണിച്ചത്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതൊന്നും എടുക്കാം. ഇത് പോരട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം കണ്ട. ഇത് നമുക്ക് അവർ ഗിഫ്റ്റ് പോലെ തന്നാണ്. ഗിഫ്റ്റ് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ പുതിയ ബ്രാഞ്ച് ഓപ്പണിങ്ങിൻ്റെ ഇത് പ്രമാണിച്ചിട്ട് അവർ കൊടുക്കുന്ന ഒരു കുറച്ച് ആൾക്കാർക്ക്, തുടക്കം പർച്ചേസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്ക് അവരൊരു ഗിഫ്റ്റ് പോലെ കൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് അതിൻ്റെ കൂടെ നമുക്ക് കിട്ടി. ആ ഒരു തുടക്ക സമയത്തായതുകൊണ്ട് നമുക്കും ആ ഒരു ബോക്സ് നമുക്ക് കിട്ടി.
ഓക്കെ. അപ്പോൾ ഇത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊരു ബ്രാഞ്ച് ഇവിടെ അടുത്ത് ഷാർജയിലുണ്ട്. അപ്പം ഞാൻ അവിടേക്കാണ് ഇതുവരെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചതും കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ ഈ സാധനം നമുക്ക് വന്നത് അബുദാബിയിൽ നിന്നാണ്. അപ്പോൾ അത് കിട്ടിയത് ഇപ്പോൾ ഇതുണ്ടോ, ഇതാണ് ഇവരുടെ കമ്പനിയുടെ പേരാട്ടോ, ഊദ് വേൾഡ്. അതാണ് ഷോപ്പുകളുടെ പേര്. അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് ഞാൻ ഓപ്പണായി കാണിച്ചു തരാം. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ വേറെ ഇതുണ്ടോ, ഇതൊക്കെ ഇതിൻ്റെ കൂടെ അവർ ഗിഫ്റ്റ് പോലെ കൊടുക്കുന്നതാണ്. ഓക്കെ. ഇതിനകത്തെ സംഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എഡിഷൻ, സെക്കൻഡ് എഡിഷൻ അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഫസ്റ്റ് എഡിഷൻ ഇതിനകത്ത് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് അറിയില്ല. അതുണ്ട് അതിൽ മിക്കത്തും നമ്പർ ഉണ്ട് കണ്ടോ, എഡിഷൻ 1, പിന്നെ ഇത് എഡിഷൻ 10, എഡിഷൻ 3. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ കളറുകളും എല്ലാം വേറെ വേറെ കളറുകളാണ് കേട്ടോ, മൊത്തം വേറെ വേറെ കളറുകളാണ്. ഇതുണ്ടോ, ഇത് മിക്കത്തും നമ്പറുകൾ വേറെ വേറെ നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തെ ഫസ്റ്റ് എഡിഷനിൽ വരുന്ന സംഭവങ്ങൾ ഏതാണ്, സെക്കൻഡ് എഡിഷനിൽ വരുന്നത് ഏതാണെന്ന് എനിക്ക് അത്ര വലിയ പിടുത്തില്ല. എങ്കിലും ഇത്ര അധികം സാധനങ്ങളുണ്ട്. ഇതുണ്ടോ, ഫസ്റ്റ് എഡിഷനിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് കാണിച്ചു തരാം. 1, 2, 3, 4, 5, ഒരു ഇതിൽ 5 എണ്ണം, സെക്കൻഡ് ഇതിൽ 5 എണ്ണം, അങ്ങനെ 10 എണ്ണം. ഈ 10 പെർഫ്യൂം നല്ല ക്വാളിറ്റി പാക്കിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെയാണ്. എല്ലാം പല പല സ്മെല്ലുകളാണ്, നല്ല ലാസ്റ്റിങ്ങും കാര്യങ്ങളുള്ള ഇതാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് പറയുന്നതല്ല, പക്ഷെ യൂസ് ചെയ്ത ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ലാസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവരുടെ അടുത്ത് തന്നെ ഹൈ പ്രൈസിലുള്ള സാധനങ്ങളും ഉണ്ട്, പിന്നെ ചെറിയ പ്രൈസിലുള്ള സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇത്രയും, അതായത് ഇത് തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റ് മാത്രം ഇപ്പോൾ നമ്മൾ മേടിക്കുകയാണെങ്കിൽ, ഈ ഒരു 5 പീസിൻ്റെ ഒരു സാധനം മാത്രം മേടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം അവർ കണ്ടോ ഒരു പാക്കറ്റ് അത്തറുകൾ. ഇതിനകത്ത് ഏകദേശം 2, 4, 6, 8, 9 എണ്ണം, 9 അത്തറ് ഇതിൻ്റെ കൂടെ അവർ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന ഫ്രീ ആയിട്ട് ഈ ഒരു 5 എണ്ണം മേടിച്ച് കഴിഞ്ഞാൽ. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ അടുത്ത സെക്ഷൻ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടി ഒരു 9 എണ്ണം ഇതിൻ്റെ കൂടെയുണ്ട്. ഇത് രണ്ടും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ്. ഫസ്റ്റ് എഡിഷനാണല്ലോ ആദ്യം വന്നത്, സെക്കൻഡ് എഡിഷൻ അത് കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു കോംബോ പോലെ കൊടുക്കുന്നത്, അതായത് ഈ ഫസ്റ്റ് എഡിഷനും സെക്കൻഡ് എഡിഷനും ഒരുമിച്ച് എടുക്കണമെങ്കിൽ ഇത്രയും സാധനങ്ങൾ, ഈ 2 ഇതും കിട്ടും. അത് മുന്നത്തെ ഓരോ സെറ്റിലും ഉണ്ട്. പക്ഷെ അത് കൂടാതെ ഈ ഒരു സംഭവം ഇതിൻ്റെ കൂടെ കൊടുക്കും. അത് ഇത്ര എടുക്കണമെങ്കിൽ മാത്രമാണ് കിട്ടുക. അതായത് ഫസ്റ്റ് എഡിഷൻ, സെക്കൻഡ് എഡിഷൻ, അത് കൂടാണ്ട് ഈ 2 പാക്ക് ഇതിൻ്റെ കൂടെ ഫ്രീയും. പിന്നെ അത് എടുക്കുമ്പോൾ കിട്ടുന്ന സംഭവമാണ് ഇത്. ഇതിനകത്ത് എന്താണെന്നുള്ളതല്ലേ ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിനെ തുറന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത്രയും 1, 2, 3, 4, 5 5 പെർഫ്യൂം കണ്ടോ, നല്ല സ്റ്റാൻഡേർഡ് സാധനം. 5 പെർഫ്യൂം ഇതിനകത്ത് നമുക്ക് ഗിഫ്റ്റായിട്ട് തരുന്നതാണ് അവർ. നോക്കി, നല്ല ക്വാളിറ്റി പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. നോക്കി കണ്ടോ, നല്ല. ഇപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ മേടിച്ച് ഇതിപ്പോൾ ഒരു ഗിഫ്റ്റ് പോലെ കൊടുക്കുന്നല്ലേ എന്ന് വെച്ചിട്ടൊരു എന്താ പറയുക, കണ്ടാലും ചില ഇതുകൾ നമുക്ക് കിട്ടലുണ്ടോ, കണ്ടാലും ഒന്നും ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല, ഒരു സംഭവം ഉണ്ടാവില്ല, അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കണ്ടോ, ഈ ബോട്ടിലുകൾ തന്നെ നോക്കി, നല്ലൊരു ക്വാളിറ്റി പാക്കിങ്ങും മറ്റു കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു സാധനത്തിനകത്തുള്ളത് ഇതുണ്ടോ, സ്മെല്ല് എല്ലാത്തിനും വേറെ വേറെ സ്മെല്ലാണ്. അപ്പോൾ എനിക്കിത് കിട്ടിയതിന് ശേഷം ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇത് നിങ്ങൾ റൂമിൽ എത്തിയതിന് ശേഷം ഇത് ബോക്സ് എല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മളുടെ റൂം ടെമ്പറേച്ചറിൽ നോർമൽ ഇതിൽ ഓപ്പൺ ആക്കി വെക്കുക. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂം ടെമ്പറേച്ചറായിട്ട് ഇത് മിക്സ് ആവും. അവിടുത്തെ ആ ചൂടും ഇതിൻ്റെ ഇതും കൂടെ മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ലാസ്റ്റിങ് കിട്ടും. അങ്ങനെയാണ് ഇപ്പോൾ എനിക്കൊരു ഇൻഫർമേഷൻ തന്നിരുന്നു വാട്സപ്പിനകത്ത്. അപ്പോൾ അതനുസരിച്ചിട്ട് എടുക്കാണ്ട് വെച്ചതല്ല. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നേരവും കാര്യങ്ങളും ഉണ്ടാവാത്തതുകൊണ്ട് തന്നെ ഇത്ര ദിവസം ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഇത് പുറത്തെടുത്തത്. അപ്പോൾ എന്തായാലും 10-20 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ലാസ്റ്റിങ് അവർ പറഞ്ഞത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവും. എന്തായാലും ഇനിയിപ്പോൾ ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഉപയോഗിച്ച് നോക്കും ചെയ്യാം, എങ്ങനെയുണ്ട് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ എന്തായാലും അറിയുകയും ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ എന്തായാലും ഇതിനകത്തെ 1-2 ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചത്. ഇതിപ്പോൾ എല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. 1-2 നമ്മൾക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് ഒരെണ്ണം നമുക്കൊന്നേ എഡിഷൻ 1 എന്ന് എഴുതിയിട്ടുണ്ടല്ലോ,
ഒരു ഫസ്റ്റ് എഡിഷൻ എന്ന് പറയുന്നതിൽ 5 എണ്ണമാണ്, ഈ ഒരു 5 സെറ്റാണ് വരുന്നത്. സെക്കൻഡ് എഡിഷനിൽ എന്ന് പറയുന്നത് 5 സെറ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഫസ്റ്റ് എഡിഷനിൽ വരുന്ന എഡിഷൻ 1 എന്ന് പറയുന്ന സാധനം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, ഇതുണ്ടോ എഡിഷൻ 1 അതിനകത്തുള്ളതാണ്. ഒരു കവറ് പോലെ തന്നെ ബ്ലാക്ക് കവറാണ്, അതിനകത്ത് ബ്ലാക്ക് ബോട്ടിലാണ്. ഇതിനകത്ത് പെർഫ്യൂം നാച്ചുറൽ സ്പ്രേ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സംഭവം ഒന്ന് അടിച്ചു നോക്കാം. ഒരു നല്ലൊരു ചെറിയൊരു നാരങ്ങയുടെ ലെമണിൻ്റെ ഒക്കെ സ്മെല്ല് പോലെയുള്ള ഒരു സ്മെല്ല്. പക്ഷേ ഇത് അടിക്കുമ്പോൾ ഉള്ള സ്മെല്ലല്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് മാറുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം, അവിടെ ഇരിക്കട്ടെ. ഇത് എന്തായാലും നമ്മൾ അടിച്ചത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതിനകത്ത് ഇനിയിപ്പോൾ ഏത് പൊട്ടിക്കാം? ഇപ്പോൾ നമ്മൾ ഈ സെക്ഷനിലല്ലേ പൊട്ടിച്ചത്, ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രീൻ പൊട്ടിച്ച് നോക്കാം. ഇതിനകത്ത് എഡിഷൻ 8 കൊടുത്തിരിക്കുന്ന നമ്പർ. നോക്കി, ഗ്രീൻ കളറ് ഇതിനകത്ത്, കവറ് ഗ്രീന്, ബോട്ടിൽ ഗ്രീൻ. അപ്പോൾ ഇതൊന്ന് നമുക്ക് അടിച്ചു നോക്കാം. ഇതിനകത്തും എല്ലാത്തിനും സെപ്പറേറ്റ് പേരുകളല്ല, എഡിഷൻ നമ്പറുകളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഇപ്പുറത്തെ കയ്യിലടിക്കാം. നല്ല അടിപൊളി സ്മെല്ല് കേട്ടോ. നല്ല സ്മെല്ല്. ചില സാധനങ്ങൾ അടിക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് കൂടുതലും ഈ എന്താ പറയുക, ഈ സ്പിരിറ്റിൻ്റെ ഉണ്ടല്ലോ ഇതിൽ ചേർക്കുന്ന അതിൻ്റെ സ്മെല്ലാണ് ആദ്യം കയറി വരിക. ഈ സ്പ്രേ ഇതിൽ ചേർക്കുന്ന ഇതിൻ്റെ സ്മെല്ലുകളൊന്നും ഉണ്ടാവില്ല അധികം. അത് അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ആവിയായിട്ട് പോലും ഉണ്ട്. ഇത് എന്തായാലും ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഇവിടെ അടിച്ചിട്ടുണ്ട് ഒരെണ്ണം ബ്ലാക്ക്, ഇവിടെ അടിച്ചിട്ടുണ്ട് ഗ്രീന്. അപ്പോൾ ഇത് അതിലിരിക്കട്ടെ. ഇപ്പോൾ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഞാൻ പറയാം. ഈ ഒരു 5 സെറ്റ് 5 പീസിൻ്റെ ഫസ്റ്റ് എഡിഷൻ എന്ന് പറയുന്ന സംഭവത്തിന് 100 dirhams ആണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ 100 dirhamsന് അവർ കൊടുക്കുന്നത് ഈ ഒരു 9 അത്തർ ഇതിൻ്റെ ഒപ്പം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഈ ഒരു സെറ്റിനും വരുന്നത് സെക്കൻഡ് എഡിഷനിൽ വരുന്നതും 100 dirhams ആണ്, 100 dirhams ആണ്. അപ്പോൾ അതിൻ്റെ കൂടിയും ഇവർ ഇങ്ങനെ ഒരു 9 പീസ് അത്രയും കൊടുക്കുന്നുണ്ട്. ഇത് ടോട്ടൽ 200 dirhamsനാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ഇത്ര ആൾക്കാരെന്നൊരു പാക്കേജ് ഉണ്ട്. അത് ചിലപ്പോൾ 1000 ആവാം, ചിലപ്പോൾ 500 ആവാം, എങ്ങനെയാണെന്നറിയില്ല. അത്രയും ഒരു കസ്റ്റമർക്ക് അവർ കൊടുക്കുന്നതാണ് ഈ ഒരു ബോക്സ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അതിപ്പോൾ എത്ര ആൾക്കാരായതൊന്നും നമുക്കറിയില്ല. പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വിളിച്ചവരായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ ഇത് നമ്മൾ കണ്ടിരുന്നു, അപ്പോൾ നിങ്ങളുടെ സ്പ്രേയും കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ അത് ഉണ്ടാവോ, ഇൻക്ലൂഡഡ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ 1-2 ബ്രാഞ്ചിൽ അവർ ഓപ്പൺ ചെയ്ത് കൊടുത്ത് ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ അവരെ പുതിയൊരു ബ്രാഞ്ച് അവർ ഓപ്പൺ ആക്കുന്ന അബുദാബിയിൽ. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഉണ്ട്, കുഴപ്പമില്ല, നിങ്ങൾക്ക് അത് അവിടെ നിന്ന് എത്തിച്ചു തരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഷാർജയിലാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് തൊട്ടടുത്ത ഞാൻ ഡയറക്റ്റ് വന്നിട്ട് എടുത്തോളാം എന്ന് പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് അല്ല ഇവിടെ നിന്നല്ല, അത് അബുദാബിയിൽ നിന്ന് തന്നെ അത് അവർ നിങ്ങൾക്ക് പാർസൽ ചെയ്തിട്ട് അയച്ചു തരും എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവം അയച്ചു തന്നത്. അപ്പോൾ ഇതും കൂടി കിട്ടി. ഇതിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് നമുക്ക് നോക്കി നോക്കാം. ഇടുക നമ്പർ 10, അതിൻ്റെ എന്താണ് അവസ്ഥ നോക്കാം. ഇത് നമുക്ക് എവിടെ അടിക്കാം, ഇത് നമുക്ക് ഇവിടെ അടിക്കാം. ഓക്കെ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഒരു 200 dirhamsന് നമുക്ക് അവർ തന്നിരിക്കുന്ന ഐറ്റംസ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ദിവസങ്ങളായി ഇത് കൊണ്ടുവച്ചിട്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനോ ഇതിനൊന്നും പിന്നെ സമയം കിട്ടിയിരുന്നില്ല. ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു ഓപ്പൺ വീഡിയോ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ അവർ ഓൾറെഡി ഉണ്ട്. ഇതിൻ്റെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഊദ് വേൾഡ് എന്നാണ് കേട്ടോ ഇവരുടെ ഇത് പേര്. നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ
നിങ്ങൾക്ക് കിട്ടും. ഊദ് വേൾഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാൻ നമ്പർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ ഷാർജ അതുപോലെ തന്നെ ദുബായ്, അബുദാബി എന്നുള്ള ഇതുകൾ കംപ്ലീറ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു മൊത്തത്തിലുള്ളൊരു പാക്കിന് ഒരു റേറ്റ് എന്ന് പറയുന്നത് 200 dirhams ആണ്. ആ 200 dirhamsൽ ഇത്രയും സാധനങ്ങളും ഉണ്ടാവും. അത് കൂടാണ്ട് ഒരു 20 dirhams അവരുടെ സർവീസ് ചാർജ്, അതായത് കൊറിയർ ചാർജ് എന്ന് പറഞ്ഞിട്ട് അതുണ്ട്. 220 dirhams ആണ് നമ്മളിതിന് പേയ്മെൻറ്റ് ചെയ്തത്. അപ്പോൾ ഇത് അടിച്ചത് ഇവിടെ ഉണ്ട്, സ്മെല്ലുണ്ട്. പക്ഷെ ഒന്നും കൂടി എനിക്ക് നല്ല സ്മെല്ലായിട്ട് തോന്നിയത് ഈ സെക്കൻഡ് അടിച്ചില്ലേ, ഗ്രീന്, ഒരു വെറൈറ്റി സ്മെൽ, കുറച്ച് ബാക്കോട്ടേക്ക് പോയ പോലെ ഉണ്ട്. നല്ലൊരു ആ സ്മെല്ലുണ്ടല്ലോ, കുറേ മുന്നത്തെ ഒരു ആലോചനകളിലേക്ക് ബാക്കോട്ടിലേക്ക് പോയി, നല്ലൊരു സ്മെല്ല്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് സംഭവങ്ങൾ. ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സാലിമ് വന്നിട്ടോ, അവന് ട്യൂഷന് പോയി കരുതുന്നു. വാടാ, ട്യൂഷന് പോയി കൊടുത്തുനിന്ന് ഇതേ വന്നിട്ടുണ്ട്. ഇതേ ഉണ്ട് ഇതുണ്ട സ്പ്രേകൾ നോക്കി ഓക്കെ, എന്തോരാന്ന് നോക്കി. നീ പെട്ടി കണ്ടിട്ട് ചോദിച്ചില്ല ഇതിൻ്റെ ഉള്ളിൽ എന്തിട്ടാന്നുള്ളത്. ഇത്ര അധികം സാധനങ്ങൾ ഉണ്ടായിരുന്നു അതിനകത്ത്. ഇതുണ്ടോ, എന്താ ഇതൊക്കെ നോക്കി. ഓക്കെ, നിനക്ക് ഇനി ഓരോന്നോരോന്ന് ഇങ്ങനെ അടിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അയയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഒരു ബൈ.